അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഒരു വിഷയം ഓർക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചുകൊണ്ടുവരട്ടെ. നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം, നിന്റെ പദ്ധതികളെല്ലാം, 10 പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. വിവാഹം കഴിക്കാനുള്ളവര്, വിവാഹം പിരിഞ്ഞിരിക്കുന്നവർ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, ഉള്ള മക്കൾക്ക് ഗർഭസ്ഥ ശിശുക്കൾക്ക് രോഗങ്ങളുള്ളവർ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കാത്തവർ,
എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ചോദന ഓർത്ത് വിഷമിക്കുന്നവർക്ക് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈശോ ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെയും ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെയും ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത ദൈവമകനെ ദൈവമകളെ നീ ഇപ്പോഴും ആശ്രയിക്കപ്പെടുന്നു. എൻ്റെ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഇത് നമ്മൾ സുവിശേഷത്തിലും കാണുന്നത് ഒരു 6-ാം വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:6 നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കുലർ ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലത്. നീതിക്ക് വേണ്ടി പോരാടുന്ന ഒത്തിരി പേരുണ്ട്. നിരീശ്വരന്മാർ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, വിപ്ലവകാരികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, തീവ്രവാദികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്. പോരാട്ടക്കാരെല്ലാവരും അവരവരുടെ രീതികളിലാണ്, അവരുടെ മനസ്സിലുള്ള നീതിയാണ്. അവരുടെ മനസ്സിൽ അവർ നീതിയാണ് ചെയ്യണം എന്നുള്ള ബോധത്തിലാണല്ലോ മറ്റുള്ളവരെ കൊന്നുകൂട്ടണത്. അപ്പൊ ആ അഭ്യാസങ്ങൾക്കൊന്നും റിവാർഡിങ് ഇല്ല. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രതി. അതാണ്, അതായത് സുവിശേഷവിഹിതമായ വചനാധിഷ്ഠിതമായ ജീവിത സരണി അത് ഇപ്സഫാത്തോ നീതിയിൽ അധിഷ്ഠിതമായിരിക്കും. അങ്ങനെ നീതിയോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല കേവല നീതി നിറവേറ്റുകയല്ല, കേവല മാനുഷിക നീതിയുടെ വിഷയം അല്ലത്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം ക്രമീകരിക്കുന്നതിൽ, അത് കുടുംബത്തിലായാലും തൊഴിലായാലും പൊതുജീവിതത്തിലായാലും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു നീതിക്രമം ചെയ്യുന്നവരൊക്കെ, അപ്പൊ നമ്മുടെ എവിടെയായാലും നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധം ഉണ്ടാണ്. പള്ളി ഞായറാഴ്ച പള്ളി കുർബാനക്ക് മാത്രം ക്രിസ്ത്യാനിയല്ല, കടയിൽ വരുമ്പോഴും കച്ചവടത്തിന് വരുമ്പോഴും വേറെ ആളാവും, അപ്പൊ ക്രിസ്ത്യാനി ആകത്തില്ല. കണക്കെഴുതുന്ന സമയത്ത് വേറെ ആളാവും, അപ്പോഴും ക്രിസ്ത്യാനി ആകത്തില്ല. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഫുൾ ടൈം ക്രിസ്ത്യാനി എന്നതിൻ്റെ അർത്ഥം, അല്ലാതെ ഒക്കേഷണൽ ക്രിസ്ത്യൻസ് അല്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ദൈവകൃപ കൂടി വേണം അതിന്. നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധം, ക്രിസ്തുവിൽ അധിഷ്ഠിത ജീവിതമാണെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ടൈമേഴ്സാണ് നമ്മൾ ക്രിസ്തുവിൽ. ഇപ്പൊ ചില സംഘടനക്കാരൊക്കെ ഫുൾ ടൈമർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കർത്താവിന് കൊടുക്കത്തില്ലേ. ഒരു കൊല്ലം മാത്രമല്ല, അവരൊക്കെ അത് കഴിഞ്ഞിട്ടും അതേ അരൂപ്യത്തിന് ജീവിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്തുവിൽ എല്ലാ കാലത്തിലും ഫുൾ ടൈമറാണ്, എല്ലാ വിഷയത്തിലും ഫുൾ ടൈമറാണ്. അങ്ങനെ ആകാതെ വരുമ്പോഴാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്. അങ്ങനെ പാടാണ് ശരിക്കും, നല്ല പ്രലോഭനം ഉണ്ടാകുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ, രക്ഷിക്കണമേ. പക്ഷെ നമ്മൾ ക്രിസ്തു ജീവിക്കാൻ വേണ്ടി അഡ്ഡമെൻ്റായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രലോഭനങ്ങൾ മാറും. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ചില സമയത്ത് പ്രലോഭനങ്ങളായിട്ട് തോന്നത്തില്ല. കാര്യം നമുക്ക് ക്രിസ്തു ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രലോഭനങ്ങളായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ അത് തട്ടിക്കുകയും പറ്റിക്കുകയും ആൾക്കാരെ കമത്തുകയും കൈക്കൂലി വാങ്ങിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളായിട്ട്. ക്രിസ്തുവിലേക്ക് അധിഷ്ഠിതമായി കഴിയുമ്പോൾ ഇതെല്ലാം പ്രലോഭനങ്ങളായിട്ട് മാറും. പക്ഷേ ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ നീ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾ ഈസി ആയിട്ടൊരു ആത്മീയ ജീവിതം സഹായിക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുക, വല്ലതൊക്കെ ദൈവത്തെ അനുഗ്രഹം അടിച്ചു മാറ്റുക, അതുകൊണ്ട് ഭക്ഷണം ജീവിക്കുക, ദാറ്റ് ഈസ് നോൺസെൻസ്. അത് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതമായിട്ട് ബന്ധമില്ല. നിങ്ങൾ വിട്ടിയുടെ സ്വർഗത്തിലായിട്ട് സ്വയം അവരോധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വി ആർ നോട്ട് ഇരിക്കുക, നമ്മൾ അങ്ങനെ അല്ല ശരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും തന്നെ ഇതിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം നിലനിർത്തുന്നതിന് വേണ്ടി കർത്താവിനെ പ്രതി, എന്നെ പ്രതി, എൻ്റെ പേരിലൊരു അവഹേളനമാ, ധനനഷ്ടമാ, മാനനഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് റീഫണ്ടബിൾ ആകുമെന്നാണ് ഈശോ പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളെ ആശ്വാസം ലഭിക്കും. നീതിക്ക് വേണ്ടി ഉച്ചയ്ക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ചിലപ്പോൾ നിത്യതയിലായിരിക്കും കേട്ടോ, അവളുടെ കാര്യം നേരത്തെ പറഞ്ഞേക്കാം.
നിങ്ങളിപ്പോൾ കുറിച്ച് വെച്ചോണ്ടിരിക്കരുത്, നാളെ കിട്ടുമെന്ന് പറഞ്ഞു. ആ വാക്കിൻ്റെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കുമെന്നേ. ഓക്കെ, ഇതാണ് ചെയ്യുമ്പോഴത്തേൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. ഞാനും എൻ്റെ ഫാമിലിയും സെയിൻറ്റ് മേരീസ് വള്ളംചിറ ഇടവക അംഗങ്ങളാണ്. ഞാൻ കഴിഞ്ഞ 4 ഇയേഴ്സായിട്ട് ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ഞാൻ ഫസ്റ്റ് കൃപാസനത്തിനെ പറ്റി അറിയുന്നത് 2019 ആൻഡ് കോവിഡൊക്കെ കഴിഞ്ഞ് 2021 എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വരാൻ പറ്റിയത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്ക് കൂട്ടുകയാണ്. 2025 ജനുവരി 2 ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തത്. ഞാൻ പറഞ്ഞതുപോലെ 2019 തൊട്ട് എനിക്ക് കൃപാസനത്തെ പറ്റി അറിയുവാണെങ്കിലും ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ എപ്പോഴും പ്രാർത്ഥിക്കുകയും ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ റിക്വസ്റ്റ് എടുക്കുകയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടിയതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്കൊരു മെറിറ്റും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ പണ്ടുതൊട്ടേ പ്രാർത്ഥിക്കും. എനിക്കിപ്പം കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അത് കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കിട്ടിയതാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ഞാൻ ആദ്യം തന്നെ ഒരു ബൈബിൾ വേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. എക്സഡസ് 33 chapter 33 verses 15 to 16. If your presence does not go with us, do not send us up from here. How will anyone know that you are pleased with me and with your people unless you go with us? What else will distinguish me and your people from all the other people on the face of the earth? എൻ്റെ ലൈഫിൽ എന്നെ മറ്റുള്ളവരിൽ നിന്നും കർത്താവ് എൻ്റെ കൂടെ വന്ന് എന്നെ ഡിസ്റ്റിങ്വിഷ് ചെയ്തതാണ്. ഞാനിവിടെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൽ ലെവൽ 4 ലെവലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒരു നിയോഗം വെച്ചു, മാതാവേ എനിക്കൊരു കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ട് എനിക്കൊരു മുന്നോട്ടൊരു ഹയർ ലെവൽ ജോലി പക്ഷേ എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ഒരു ടെമ്പററി വിസയിലാണ്. ഞാനവിടെ പഠിക്കാൻ പോയപ്പം സ്റ്റേ ബാക്ക് ആയതുകൊണ്ട് ഞാൻ ടെമ്പററി വിസയിലാണ്. എനിക്കിനി 1 വർഷത്തെ വിസയും കൂടെ ഉള്ളൂ. ആ ഒരു ടെമ്പററി വിസ കാരണം ഞാനൊരു ടെമ്പററി കോൺട്രാക്റ്റിലാണ്. അപ്പോൾ ആ കോൺട്രാക്റ്റ് എവറി 6 months ഇങ്ങനെ എക്സ്റ്റെൻഡായി വരും. അങ്ങനെ ഒരു ഓഗസ്റ്റ് 1st വീക്ക് ആയപ്പം എൻ്റെ അടുത്ത് എൻ്റെ മാനേജർ പറഞ്ഞു, നിൻ്റെ കോൺട്രാക്റ്റ് ഇനിയും സെപ്റ്റംബർ വരെ ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് മുന്നോട്ട് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു ചേഞ്ച് വരുന്നതുകൊണ്ട് എല്ലാവരെയും പെർമനൻ്റ് ആക്കണം. അപ്പം ഞാൻ അവിടെ ഓൾറെഡി ഒരു 1.5 years ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഞാൻ കയറിയപ്പോഴേ പറഞ്ഞായിരുന്നു ദാറ്റ് നീ ടെമ്പററി വിസയിലായതുകൊണ്ട് നിനക്ക് ഒരിക്കലും പെർമനൻ്റ് ആകാൻ പറ്റത്തില്ല. പക്ഷേ നിനക്ക് ജോലിയുടെ കാര്യത്തിൽ വരി ചെയ്യേണ്ട, കാരണം നിൻ്റെ കോൺട്രാക്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ പെട്ടെന്നായിരുന്നു അവരുടെ റൂള് മാറ്റിയത്. ആൻഡ് അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. കാരണം ഇത്രയും നാൾ അവരുടെ അടുത്ത് പറഞ്ഞു നീ ജോലിയെപ്പറ്റി വരി ചെയ്യണ്ട. പെട്ടെന്ന് അവരുടെ അടുത്ത് പറയുന്നു ഒന്നുകൂടെ നീ ഇൻ്റർവ്യൂ പ്രോസസ്സ് അറ്റൻഡ് ചെയ്യണം, എല്ലാവരുടെയും കൂടെ ആപ്ലിക്കേഷൻ ഇട്ട് ആ ആപ്ലിക്കേഷൻ സെലക്റ്റായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്റ്റായി മാത്രമേ നിനക്കിനി ജോലി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന്. ഞാൻ ആ സമയം ഇപ്പം ഞാൻ നാട്ടിൽ വന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് ജവ്മാല റാലി കൂടാനും ഒന്ന് സാക്ഷ്യം പറയാനും. അപ്പം ഞാൻ ഓൾറെഡി ജവ്മാല റാലി കൂടാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുക. അപ്പം എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല. പുറത്ത് ജീവിക്കുന്നവർക്കറിയാം നമുക്ക് ഒരുപാട് ബിൽസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലോണും റെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി മാതാവ് എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു. അത് എൻ്റെ ലെവലല്ല, എന്നെക്കാളൊരു ഹയർ ലെവലാണ് എനിക്ക് ഇൻ്റർവ്യൂ തന്നത് മാതാവ്. ഞാൻ ഇൻ്റർവ്യൂവിൽ ചെയ്തപ്പോഴാണെങ്കിലും മാതാവിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ കാരണം അത് ഓഫ്ലൈൻ മാറ്റി എനിക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ആക്കി. ആൻഡ് അതിലൊരു നല്ല കാര്യം നടന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഞാൻ ടീംസിൽ ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ ഇതിനു മുന്നേ കുറേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഇൻ്റർവ്യൂവിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ മെറിറ്റിനെ കംപ്ലീറ്റ്ലി 0 ആക്കിയിട്ട് മാതാവിൻ്റെ കൃപയിൽ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത്. കാരണം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ പുറകിൽ നീലത്തിരി കത്തിച്ചു, ഞാൻ ഉപ്പ് ലാപ്ടോപ്പിൻ്റെ മേളിൽ വെതറി, ഞാൻ വിശുദ്ധ തൈലം എൻ്റെ കയ്യിലും എൻ്റെ നെറ്റിയിലുമൊക്കെ തൂത്ത് എനിക്കതിനുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യാം. ബിക്കോസ് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് നോൺ സ്റ്റോപ്പായിട്ടാണ് ഞാൻ ആൻസേഴ്സ് പറഞ്ഞത്. ഞാൻ അതിൽ ഒരു സ്റ്റോപ്പ് പോലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോലും അവർക്ക് എന്നോട് തിരിച്ച് ചോദിക്കാൻ പോലും, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കൊടുത്തില്ല. അതുപോലെയാണ് മാധവ് എനിക്ക് ആൻസേഴ്സ് അവിടെ പറഞ്ഞു തന്നത്. എനിവേ ഇൻ്റർവ്യൂ കഴിഞ്ഞു.
ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പം എൻ്റെ കൂടെ കമ്പീറ്റ് ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് ലെവൽ 5 വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെവൽ 5 ഓൾറെഡി ടെമ്പററി ആയിട്ട് 5 ഇയേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരും എന്നെക്കാളും ഒരുപാട് പ്രൊഫഷണലി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്, CPA അങ്ങനത്തെ അക്രഡിഷനൊക്കെ ഉള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിൽ കമ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിലൊക്കെ പ്രാർത്ഥിച്ചു. ഞാൻ 2 കാര്യമാണ് പ്രാർത്ഥിച്ചത്. ഒന്നാമത് ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ, ഞാൻ കാരണം വേറൊരാളുടെ ജോലി പോകരുത്. കാരണം എനിക്കിവിടെ ഒരു ജോലി കിട്ടിയാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കൊളീഗിൻ്റെ ജോലി പോകും, ബിക്കോസ് അയാൾ ടെമ്പററി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവ്, എനിക്ക് വേണ്ടി ഡിസിഷൻ എടുക്കുന്ന സ്ഥലത്ത്, ഞാൻ ഇല്ലാത്തടത്ത് എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കാൻ നീ പോകണം. അങ്ങനെ കുറേ ആഴ്ചകൾ കഴിഞ്ഞു. എല്ലാവർക്കും ആൻസേഴ്സ് കിട്ടി, ആരും സെലക്ട് ആയില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, ആന നീ സെലക്ട് ആയോ, നീ എന്തെങ്കിലും ഹിയർ ബാക്ക് ചെയ്തോ എന്ന്. അപ്പോഴാണ് എനിക്ക് ഒരു ഫ്രൈഡേ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ പെർഫോമൻസിൽ ഒരുപാട് ഹാപ്പിയാണ്, നീ നന്നായിട്ട് പെർഫോം ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് അൺഫോർച്യുനേറ്റ്ലി നിനക്ക് ആ ജോലി തരാൻ പറ്റത്തില്ല, ബിക്കോസ് നീ ഒരു ടെമ്പററി വിസയിലാണ്. ഇവിടെ റെസിഡൻറ്റ് അല്ലെങ്കിൽ സിറ്റിസൻസിന് മാത്രമേ പെർമനൻ്റ് ആകാൻ പറ്റത്തുള്ളൂ ഗവൺമെൻറ്റിൽ. ഞാനത് കേട്ടപ്പം ഭയങ്കര ഷാറ്റേഡായി, ബിക്കോസ് മാതാവ് എനിക്കൊരു വഴി ഒരു സെറ്റാക്കി തന്നു, പക്ഷേ അതിലും എനിക്കൊരു ഫെയിലിയർ ആയിപ്പോയെന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ എൻ്റെ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞപ്പം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് റൈറ്റിങ്ങിലൊന്നും കൺഫേം തരാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റത്തില്ല നിനക്ക് ജോലി ഉണ്ടോ ഇല്ലയോ എന്ന്. like we can't say anything, like it's out of our control, it's out of my control. So ഞാൻ കുറേ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം എൻ്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻഡ് ഐ എം സോ സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ വെയിറ്റ് ചെയ്യണം, ഇവരുടെ കമ്മിറ്റിയുടെ ഫൈനൽ റിപ്പോർട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം, മുന്നോട്ട് എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. ആൻഡ് അത് കഴിഞ്ഞ് എന്താ ഒരു 10 മിനിറ്റിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. വിതിൻ 10 മിനിറ്റ്സ് എൻ്റെ മാനേജർ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ആൻഡ് ഐ എം സോ സോറി for whatever I have put you through, for whatever our department has put you through. I want to offer you a permanent level 5 accountant job with Queensland government. അത് ഞാൻ കേട്ടപ്പം സത്യം പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ചില്ല. കാരണം അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ അവിടെ ഓൾറെഡി 1.5 years ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് റൂൾ അനുസരിച്ച് മോർ ദാൻ എ ഇയർ ഞാനവിടെ വർക്ക് ചെയ്താൽ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് റിവ്യൂവിന് അയക്കാം, എനിക്ക് പെർമനൻ്റ് ആകാം. പക്ഷേ ഞാൻ ഓൾറെഡി അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കാകാൻ പറ്റത്തില്ല, കാരണം നീ ഒരു ടെമ്പററി വിസയിലാണെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അവരുടെ അടുത്ത് പറയുന്നു ദാറ്റ് നൗ യു ഹാവ് എ ജോബ്, നൗ യു ഹാവ് എ പെർമനൻറ്റ് ജോബ്. ആൻഡ് ദ തിങ് വിത്ത് പെർമനൻറ്റ് ജോബ് ഇൻ ഗവൺമെൻറ് ഈസ് ദാറ്റ് നമുക്ക് അതൊരു പെർമനൻറ്റ് ജോബ്, ലൈക്ക് ആർക്കും ഒരിക്കലും എന്നെ ആ ജോലി നിറക്കാൻ പറ്റത്തില്ല. അതിൽ ആ 10 മിനിറ്റ്സ് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ പേരൻസിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കുകയാണോ കരയുവാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ലുക്ക് ബാക്ക് ചെയ്യുമ്പം എനിക്കറിയില്ല what I went through, that emotions what I went through. എനിക്ക് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല, കാരണം മാതാവിന് മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ ആ കാര്യത്തിൽ. അങ്ങനെ എനിക്ക് അവർ നേർച്ച വസ്തുക്കൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓഫീസിൽ പോയപ്പം വിശുദ്ധ ഉപ്പിട്ട് ഞാൻ ആ സ്ഥലത്തിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ബൈബിൾ വായിക്കുമായിരുന്നു, ഞാൻ കണ്ടിന്യൂസ്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ മനസ്സിപ്പോഴും ഒരു ഷാറ്റേർഡ് ഇതിലാണ്, കാരണം എന്താ നടക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ പ്രാർത്ഥന വീട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടേയിരുന്നു. എൻ്റെ പേരൻസിനാണെങ്കിലും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 31 ഞാൻ സെപ്റ്റംബർ 8 നോയമ്പിന് ഞാൻ എന്നും നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ സെപ്റ്റംബർ 8-ാം തീയതിക്ക് മുന്നേ എനിക്കൊരു ഗുഡ് ന്യൂസ് തരണമേ, എനിക്കൊരു ജോലി എങ്ങനെയാണെങ്കിലും തരണമേ. എനിക്ക് പറയാൻ പറ്റൊരു കാര്യം, ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് ജാനിലാണ്. ഞാൻ ഒരു 9 months ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ജോലി അന്വേഷിക്കുമായിരുന്നു. ഞാൻ ഓസ്ട്രേലിയയിലെ എല്ലായിടത്തും ഞാൻ ജോലിക്ക് അന്വേഷിച്ചു. ഞാൻ എൻ്റെ ലെവലിലുള്ള ജോലി നോക്കി, എന്നെത്താളും താഴെയുള്ള ജോലി നോക്കി. എനിക്ക് 9 months റിജക്ഷൻ അല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം 9 months കഴിഞ്ഞ് മാതാവ് എനിക്ക് തന്ന ഈ ഒരു അനുഗ്രഹം, അത് എനിക്കെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. സോ യെസ്, സെപ്റ്റംബർ 8-ാം തീയതി നോയമ്പിന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു ഗുഡ് ന്യൂസ് തരണമേ. അങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതിക്ക് മുന്നേ അവരെനിക്ക് കോൺഫർമേഷൻ ഇമെയിൽ റൈറ്റിംഗ് തന്നു ദറ്റ് യു ആർ പെർമനൻ്റ്ലി അപ്പോയിൻറ്റഡ്. എനിക്ക് ആദ്യം ഫോൺ കോളിലാണ് പറഞ്ഞത്, ഇതെനിക്ക് റൈറ്റിങ്ങിൽ തന്നു, യു ആർ പെർമനൻ്റ്ലി അപ്പോയിൻറ്റഡ്. ഇപ്പം നിൻ്റെ ക്രിമിനൽ ഹിസ്റ്ററി ചെക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ സെപ്റ്റംബർ 31-ാം തീയതി വരെ എൻ്റെ ആ കോൺട്രാക്റ്റ് തീരുന്നതിന് 10 days മുന്നേ, സോ സെപ്റ്റംബർ 19th എൻ്റെ കയ്യിൽ എൻ്റെ ഒഫീഷ്യൽ കോൺട്രാക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി. ആൻഡ് 19th തൊട്ട് ഞാൻ ഒഫീഷ്യലി ഹയർ ഡ്യൂട്ടിയിലോട്ട് ചാർജ് എടുത്തു.
ഇതല്ലാതെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ സമയ ചുരുക്കം കാരണം ഞാനത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എനിക്ക് പ്രേക്ഷിത വേല എന്ന് പറയുന്നത് ഞാൻ അന്ന് ജനുവരിയിൽ ഇവിടുന്ന് പോയപ്പം ഞാൻ പത്രം വായിച്ചായിരുന്നു. ആ പത്രമൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്നവർക്ക് ഞാൻ കൊടുത്തു, എന്നെക്കൊണ്ട് കഴിയാവുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ കൂടുതലും ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇന്നർ സർക്കിളുള്ള ആൾക്കാർ, ലൈക്ക് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ക്രിസ്ത്യൻസ് ആണ്, പക്ഷേ അവർ കാത്തലിക്സ് ആണ്. പക്ഷേ ആ ഒരു വിശ്വാസം ലൈഫിൽ ഓരോ പ്രശ്നം വരുമ്പം വിശ്വാസം ഒരേ കുറയുമല്ലോ. പക്ഷെ ഐ ട്രൈ ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദ വേ ഓഫ് ഗോഡ് ആൻഡ് ഹൗ ഗോഡ് വർക്ക്സ് ആൻഡ് ഹൗ പ്രേയർ വർക്ക്സ്. ആൻഡ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പ്രാർത്ഥനയിലോട്ട് ലീഡ് ചെയ്യാനും. ആക്ട് ഓഫ് മേഴ്സി എന്ന് പറയുമ്പം ഞാൻ ആദ്യം ഇവിടെ പറയാൻ പറ്റും പേരിന് മാത്രം ഫൈനാൻഷ്യലി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. കാരണം പിന്നെ അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും നമ്മൾ വിശേഷ വിദ്യ എന്താ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് ഒരുപാട് സ്ട്രൈക്ക് ചെയ്ത് തന്നെ ഞാൻ ചെയ്യുന്നത് ഭയങ്കര ബെയർ മിനിമം ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഫ്യൂ ക്ലിക്സിൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം, അത് ആർക്ക് വേണമെങ്കിലും പറ്റും സത്യം പറഞ്ഞാൽ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് എന്താ ചെയ്യാൻ പറ്റും. ഞാൻ ഓസ്ട്രേലിയ എന്നൊരു കൺട്രി എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ആൾക്കാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യാനോ അങ്ങനത്തെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഒരു ഓസ്ട്രേലിയൻ കപ്പിൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് കേട്ടു. ആൻഡ് അവർ പറഞ്ഞതാണ് അവർ ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കുന്ന കാര്യം. അങ്ങനെ ഞാനത് കേട്ടപ്പോൾ എനിക്കതൊരു ഐഡിയ കിട്ടി. അപ്പം ഞാനിങ്ങനെ അതിനെപ്പറ്റി റീസേർച്ച് ചെയ്തപ്പം ഞാൻ അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അപ്പം ഞാൻ ഓർത്ത് ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എനിക്ക് ഒരു 4-5 മണിക്കൂർ എനിക്ക് വോളണ്ടിയറിങ് ചെയ്ത് എനിക്ക് കർത്താവിന് വേണ്ടി ആ സമയം ചിലവഴിക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും എനിക്ക് കുറച്ചുകൂടി ഫുൾഫിൽമെൻറ്റ്, അല്ലെങ്കിൽ എനിക്ക് ഉടമ്പടി ജീവിതം കുറച്ചുകൂടെ ഫുൾഫിൽമെൻറ്റോടുകൂടി നടത്താൻ പറ്റുന്നൊരു കാര്യം. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വളരെ ലേറ്റായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ ഒരു നിയോഗം എന്ന് വെച്ചാൽ എനിക്ക് ലൈഫ് ലോങ് എനിക്ക് ഉടമ്പടിയിൽ നിൽക്കണം എന്നുള്ളതാണ്. എൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ പണ്ട് തൊട്ടേ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പണ്ട് തൊട്ടേ ഞാൻ കൊന്തചൊല്ലും, കുർബാനയ്ക്ക് പോകും. എൻ്റെ സ്കൂളിലാണെങ്കിലും ലൈക്ക് ഐ ബിൻ വെരി ഇൻവോൾവ് ഇൻ ദ സ്പിരിച്വൽ ലൈഫ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ 0 എന്ന് തുടങ്ങിയത് ഒരാളാണ്. ഞാൻ ഇവിടെ നിന്ന് എനിക്ക് മാർക്കാണെങ്കിലും ജോലിയാണെങ്കിലും എനിക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെൻ്റെ കർത്താവിൻ്റെ കൃപയാലാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രാർത്ഥനയെ മറന്നു കർത്താവിനെ മറന്നു ജീവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ബിക്കോസ് ഞാൻ ഓർത്തു ഇതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഉടമ്പടിയിൽ ജീവിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് അല്ല. സത്യം പറഞ്ഞാൽ ട്രൂ ക്രിസ്ത്യൻ ലൈഫ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ്, that is what Udumbadi is. It's not asking you to be anything extraordinary. It's just asking you to lead what God asks. And it's just a simple thing. If you look at it, it's a very simple thing. പക്ഷേ അത് നമ്മളത് അതിനെ ആ ഒരു രീതിയിൽ കാണണം. അത് മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ അത് നമ്മളിന്ന് ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് be close to God, pray and do what God would do and how He wants you to lead your life. അതുപോലെ തന്നെ ഞാനിപ്പം ബൈബിൾ വായിക്കും, അരമണിക്കൂർ പേഴ്സണൽ പ്രെയർ, കൊന്ത ചെല്ലും, അച്ഛൻ്റെ ധ്യാനം മുടക്കാതെ കാണും. അതുപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ്സ് ഞാൻ എവറി ഡേ വിതൗട്ട് എനി ബ്രേക്ക് ഞാനത് കൂടും. സ്പിരിച്വലി വേറൊരു വലിയൊരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക് പണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് റെവലേഷൻ ബുക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്ക് എൻഡ് ഓഫ് ടൈംസ് അല്ലെങ്കിൽ ജീസസിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്നൊക്കെ ഓർക്കുമ്പം എനിക്ക് ഭയങ്കര ഒരു ആങ്സൈറ്റി ആയിരുന്നു. അപ്പോൾ ഞാനതൊരിക്കലും വായിച്ചിട്ടില്ല. ഞാൻ ബൈബിൾ വായിക്കും, പക്ഷേ ആ ചാപ്റ്റർ ഞാൻ ഒരിക്കലും വായിച്ചിട്ടില്ല. ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ ചാപ്റ്റർ വായിച്ചു. ഇന്ന് ഞാൻ വെൻ ഐ ലുക്ക് ബാക്ക് ഞാൻ ഇപ്പോൾ അത് ഭയക്കുന്ന ഒരു സംഭവമല്ല. കാരണം നൗ ഐ എം ലിവിങ് the holy life that God wants me to be, so I have nothing to be afraid of. I'm rather happy thinking about it. And ഞാൻ ഒരിക്കലും ഇറ്റേണൽ ലൈഫ്, നിത്യജീവനെ പറ്റി ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കും. ഞാൻ കർത്താവ് എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ലൈഫാണ് എന്നെ ലീഡ് ചെയ്യുന്നത്, അതാണ് ഞാനിപ്പം കൂടുതൽ ട്രൈ ചെയ്യുന്നത്. I'm absolutely not perfect. I make a lot of mistakes. I'm nowhere near 100%, but I can say that I'm trying every single day, trying to be a better person. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് ഞാൻ ഭയങ്കര മൈൻഡ്ഫുൾ ആയിരുന്നു. ഞാനിപ്പം വേറൊരാളെ ഹേർട്ട് ചെയ്തു, എൻ്റെ വേർഡ്സ് ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ വേർഡ്സ് അല്ലെങ്കിൽ എൻ്റെ ആക്ഷൻസ് എൻ്റെ ദൈവത്തിനെ ഹേർട്ട് ചെയ്തോ എന്നതാണ്. എൻ്റെ കർത്താവ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും, അതുപോലെ തന്നെ എന്നെ ഈ ഒരു
ലൈഫിലോട്ട് ലീഡ് ചെയ്തതും എനിക്ക് കൃപാസന ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പം ഞാൻ പാട്ട് കേൾക്കാറില്ല, ഞാൻ സാക്ഷ്യങ്ങളാണ് കേൾക്കാറുള്ളത്. അച്ഛൻ്റെ ധ്യാനം അല്ലെങ്കിൽ ഡെയിലി ബ്രെഡ് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിക്കും, മാതാവ് എനിക്കിങ്ങനെ ഒന്ന് വന്ന് സാക്ഷ്യം പറയാനുള്ളൊരു കൃപ തരണേന്ന്. അപ്പം I'm literally living my dream right now by standing here and talking to everybody and proclaiming my faith. And so I'm thank you so much, Mother Mary. Thank you so much, Jesus. എൻ്റെ പേര് അംബിക. ഞാൻ ആലപ്പുഴ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഉടമ്പടി എടുത്തത് 2023 ജൂൺ മാസം 24-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. സാക്ഷ്യം പറയാൻ വൈകിപ്പോയി. അതിന് തന്നെ ഞാൻ ആദ്യം ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് 32 വർഷത്തിലധികമായ ശ്വാസം മുട്ടലായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ പേര് പാസി. പുള്ളിക്ക് കെട്ടിടത്തിൻ്റെ വർക്കാണ് ജോലി. അപ്പോൾ ഞാൻ ഈ ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ട് 32 വർഷമൊന്നും അല്ല, അതിലധികമായി. ചെയ്യാൻ മരുന്നുകളില്ല. ആയുർവേദവും ഇംഗ്ലീഷും ഹോമിയോ ഒറ്റമൂലി അങ്ങനെ മരുന്നുകൾ ചെയ്ത് ഞങ്ങൾ മടുത്ത് വിഷമിച്ച്. അപ്പോൾ വിശ്വാസികളാണ് ഞങ്ങളെങ്കിൽ പോലും ഈ ശ്വാസം മുട്ടലെന്ന അസുഖം മാറുന്നില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ ഈ പത്രമൊക്കെ നോക്കിയിട്ട് പറയും, അംബിക നീ ഉടമ്പടി എടുക്ക്, അപ്പോൾ അത് മാറി കിട്ടും. ഞാൻ പറയും, ചേട്ടാ ഞാൻ കുർബാന കൂടുന്നുണ്ട്, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ധ്യാനം കൂടാൻ പോകുന്നുണ്ട്, എന്നിട്ട് പിന്നെ എൻ്റെ ശ്വാസം മുട്ടൽ മാറാത്ത എന്താണ്, ഉടമ്പടിയിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് ഞാൻ ചോദിച്ചു. അല്ല, നമ്മൾ സാക്ഷ്യം ഇത് കാണുന്നതല്ലേ, അതുകൊണ്ട് നീ ഉടമ്പടി എടുക്കുന്നു പലവട്ടം പറഞ്ഞു. പക്ഷേ ആൾക്കാരെന്നെ പറഞ്ഞ് പേടിപ്പിച്ച്. ഉടമ്പടി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. കൃപാസനത്തിൽ പോയാൽ ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അത് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല. ഞാനതിൽ വിശ്വസിച്ച്, ഒരു യേശുവിൽ വിശ്വാസിയായിട്ട് പോലും ഞാനതിലങ്ങ് വിശ്വസിച്ച് പോയി. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ തന്നെ പോയി. വീണ്ടും എൻ്റെ ചേട്ടൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടി. എന്ത് വന്നാലും ചേട്ടൻ കൂടി എന്നേക്കാൾ വിശ്വാസിയും എന്നേക്കാൾ പ്രാർത്ഥിക്കാൻ ജാഗ്രതയും കാണിക്കുന്ന ഒരാൾ എൻ്റെ ചേട്ടനാണ്. എനിക്ക് ദൈവം അങ്ങനെ ഒരാളെയാണ് കൂട്ടാളിയായിട്ട് ദൈവം തന്നത്. അതെൻ്റെ ഒരു വലിയ കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഇത്രയും പഴക്കമുള്ള ഈ ശ്വാസം മുട്ടൽ പ്രാർത്ഥിച്ച് 1 മാസമായപ്പോൾ തന്നെ, 1 മാസമായെന്ന് ഞങ്ങൾ പിന്നെ നോക്കിയെടുത്തതാണ്. കാരണം പിന്നെ എനിക്ക് ശ്വാസം മുട്ടലില്ല, ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ ഒരു സ്ഥലത്ത് പോകാൻ മേല, അതൊരു പട്ടിക ചൊല്ലും പോലെ ചൊല്ലണം. കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ മേല, വണ്ടിയിലാണ് നമ്മൾ പോകുന്നെങ്കിൽ പോലും പെട്രോളിൻ്റെ മണം, അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ ചെന്ന് അവിടെ നിന്നെന്ന് അതിൻ്റെ മണം കേൾക്കാൻ വയ്യ, വീട്ടിൽ തൂത്തുവാരാൻ വയ്യ, കടുക് വറുക്കാനോ മീൻ വറുക്കാനോ അങ്ങനെ ഒന്നും വയ്യ, പഴവർഗ്ഗങ്ങളൊന്നും കഴിക്കാൻ വയ്യ. ഒരു കല്യാണ ചടങ്ങ് വന്നാൽ എനിക്ക് അവിടുത്തെ ചെന്നൊരു ഫുഡ് കഴിക്കാൻ എനിക്ക് വയ്യ. സന്ധ്യ കഴിഞ്ഞാൽ ഒട്ടും വയ്യ. കല്യാണ ചടങ്ങൊക്കെ സന്ധ്യ കഴിഞ്ഞാലല്ല മിക്കതും. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് എനിക്ക് പോകാൻ വയ്യ. സദ്യയ്ക്ക് പകൽ സദ്യയ്ക്കാണെങ്കിൽ പോലും എനിക്ക് പായസ പഴ അങ്ങനെ ഒന്നും കഴിക്കാൻ വയ്യ. മോര് കൂട്ടാൻ വയ്യ, പച്ചമോര് മോരെന്ന് പറയാൻ പോലും വയ്യ. ഒരു സാധനം എനിക്ക് കഴിക്കാൻ വയ്യ. തേങ്ങ അരച്ച് കറി വെച്ച മീൻ കറി മാത്രം കൂട്ടി ഇത്തിരി ചോറ് തിന്നുന്ന ഒരാളാണ്. അല്ലാതെ ഫുഡെന്ന് പറഞ്ഞാൽ ഒന്നും എനിക്ക് കഴിക്കാൻ വയ്യ. കഴിച്ചാൽ എനിക്ക് വിമ്മിഷ്ടമാണ്. അപ്പോൾ ഒരു ഭക്ഷണവും ഡോക്ടറപ്പോൾ പറയും കഴിക്കാൻ പറ്റുന്നത് കഴിക്കുക. ചക്കപ്പഴം കഴിച്ച് ഒരു പ്രാവശ്യം കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചക്കപ്പഴം നാട്ടു ഭക്ഷണമല്ലേ, അത് കഴിച്ചിട്ടും ഉണ്ടായ എന്ന് ചോദിച്ച്. എനിക്കൊന്നും പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ വയ്യത്തില്ല. എനിക്ക് ഭക്ഷണത്തോട് ഭയമാണ്, ഞാൻ ഒന്നും കഴിക്കത്തില്ല. അങ്ങനെ ആയിട്ട് പോലും എൻ്റെ ശ്വാസം മുട്ടൽ മാറിയില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ല, അതാണൊരു സത്യമായ കാര്യമാണത്. ഞാൻ അറിഞ്ഞില്ല എൻ്റെ ശ്വാസം മുട്ടൽ ദൈവം എടുത്തു മാറ്റി. ഇപ്പം ഞാൻ ഇത്രയും നേരം എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം ഇപ്പം എനിക്ക് എല്ലാം തിരിച്ച് ചെയ്യാൻ പറ്റും. എവിടെ പോയാലും എന്ത് ചെയ്താലും ഫുഡ് എന്ത് കഴിച്ചാലും ഇപ്പം എല്ലാത്തിനും ഞാൻ പോകുന്നു. എനിക്കെല്ലാം കഴിക്കാൻ പറ്റും, എനിക്കൊന്നും പാടില്ലാഴികയില്ല. അതാണൊരു പരമസത്യം. ഞങ്ങൾ അറിഞ്ഞില്ല. ചേട്ടനോട് ഞാൻ സംസാരിക്കുമ്പോഴേ 1, 2, 3 പേർക്ക് പറഞ്ഞാലും ചേട്ടൻ കേൾക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താ ചേട്ടാ ഇത് ചെവി കേൾക്കാൻ മേലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജോലി സ്ഥലത്ത് ചെന്നാൽ ചേട്ടന് കെട്ടിടത്തിൻ്റെ വർക്കാണ്, വർക്ക് ചെയ്യിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം എപ്പോഴും വർക്ക് ചെയ്തില്ലെങ്കിലും ജോലി സ്ഥലത്ത് ചെന്നാൽ പിള്ളേരൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും കേൾക്കുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന്.
എൻ്റെ ദൈവമേ എന്ത് ചെയ്യും, ചെവിയേക്കാൻ പാടില്ല, നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ, പിള്ളേർ ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ആകെ വിഷമത്തിലായി. ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ എങ്കിലും ഡോക്ടറെ അടുത്ത് പോകണമല്ല. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെയ്യുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ വേണം, 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ പുള്ളി കണക്ക് കൂട്ടി ഡോക്ടർ പറഞ്ഞ്. അപ്പോൾ ശരി ഓക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോന്നു. പിന്നെ ഈ ഒരു കാര്യത്തിനായിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല. ഒരു 4-5 മാസം വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നപ്പോൾ ഇത് നിയോഗം കാഴ്ചവെച്ച് ചേട്ടൻ്റെ ചെവിയുടെ കേൾവിക്കുറവ്. അത്ഭുതം എന്ന് പറയട്ടെ, ചെവിയുടെ ഈ തൈലം അകത്തും പുറത്തും പെരട്ടും ഉപ്പും തേനും കഴിക്കും. ഉടമ്പടി രാവിലെ നമ്മൾ പ്രാർത്ഥിക്കില്ല. ഇന്ന് ഞങ്ങൾ അതിനൊരു തടസ്സവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. എവിടെയെങ്കിലും പോയാൽ പോലും ഞങ്ങൾ അന്ത്യ താമസിക്കത്തില്ല. കാരണം 2 നേരത്തെ പ്രാർത്ഥന, അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ അത് ചെയ്ത് ചെവിയുടെ ഈ 4-5 മാസമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ. എങ്കിലും ഞാനൊരു കണക്ക് കൂട്ടി പറഞ്ഞതേ ഉള്ളൂ, 4-5 മാസം. എൻ്റെ ചേട്ടന് ചെവി കേൾക്കാം, ഒരു കുഴപ്പമില്ല. അതിനുവേണ്ടി പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നില്ല. അതിന് ദൈവത്തിൻ്റെ കോടാനുകോടി നന്ദിയാണ് ഞാൻ ഇതിനൊക്കെ പറയണത്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞാലും തീരാത്ത നന്ദി. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ചെയ്യും. കാരണം ഞങ്ങളുടെ അടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവരും വസ്ത്രമില്ലാത്തവരും അങ്ങനെയൊക്കെ ഞങ്ങൾ അറിഞ്ഞ് ചെയ്യും. പിന്നെ ഒരു വയ്യാഴിക വന്ന് എന്നറിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എന്താണ്, ഭക്ഷണ സാധനം മേടിച്ച് നിറച്ച് കൊടുക്കും. അല്ലെ പൈസ മതിയെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കും. അങ്ങനെ എന്താണ് ആവശ്യമെന്ന് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് ചെയ്യും. അല്ലാതെ ഇന്നത് ചെയ്തേക്കാന്നല്ല. പിന്നെ അനാഥാലയത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ കൊടുക്കേണ്ടത് അവിടെ കൊടുത്തിരിക്കും. ഭക്ഷണം അറേഞ്ച് ചെയ്ത് ഒരു ദിവസം രാവിലത്തെ, അപ്പോൾ അവർ ചോദിക്കും ഒരു ഫുള്ളേ ഭക്ഷണം കൊടുക്കണം, അതാ ഒരു നേരത്തെ അല്ല, രാവിലത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ ഭക്ഷണം, വൈകിട്ടത്തെ ഭക്ഷണം അനാഥാലയത്തിൽ കൊടുക്കുമ്പോൾ ഫുള്ളേ. അതിന് 10,000-10,000 ആയാലും ഞങ്ങൾ അതിനായിട്ടൊരു ശേഖരിക്കലുണ്ട്. ഒരു 1000 രൂപയുടെ പണിയെടുത്താൽ 100 രൂപ യേശുവിൻ്റെ പേഴ്സെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ പേഴ്സിൽ വെച്ചിട്ടേ ഞങ്ങൾ മറ്റേ ബാഗിൽ വയ്ക്കത്തുള്ളൂ പൈസ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ. എന്നത് തുടങ്ങി അന്ന് തൊട്ട് ഞങ്ങളുടെ ജീവിതം വളരെ വളരെ വിജയപ്രദമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് മാത്രം വേണ്ടിയല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ലാത്ത അനേകരുണ്ട്, അവർക്ക് കൂടി വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ ആരും പറഞ്ഞു തന്നിട്ടല്ല, ദൈവം പറഞ്ഞു തന്ന് അങ്ങനെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ ഞങ്ങൾക്ക് പണി ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടും പണി ചെയ്ത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ ചെവി കേൾവി സാധിച്ച് തന്നതിനോർത്ത് ദൈവത്തിന് കോടാനുകോടി നന്ദി. പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. ഞാൻ ഇത്രയും പ്രായമായില്ലേ, 60 വയസ്സായി എനിക്ക്. അപ്പോൾ പിള്ളേരുടെ അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും എനിക്കൊരു ആഗ്രഹം, എടാ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമല്ല എന്ന്. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾ 7 പേരാണ്. അങ്ങനെ അപ്പോൾ എല്ലാവരും ഈ ചേട്ടൻ മാത്രമേ ഇച്ചിരി ദൈവത്തിൻ്റെ ഇടപെടലുള്ളത് കൊണ്ട് ചേട്ടൻ മാത്രമേ കാര്യമായിട്ട് എന്തെങ്കിലും അവരോട് സംസാരിക്കത്തുള്ളൂ, മറ്റുള്ളവരെല്ലാം പുറകോട്ടിടിയും. അതുകൊണ്ട് ബാസി ഒന്ന് ഇടപെട് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ചേട്ടൻ തന്നെ ഇടപെട്ട് ആ കാര്യങ്ങൾ സാധിക്കാൻ ചെന്ന് ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇതുകൂടി നിയോഗം വെച്ചു. അത് നല്ല രീതിയിൽ അതിൽ സന്തോഷകരമായിട്ട് സഹായിച്ചു തരണേ എന്ന് നിയോഗം വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ ചേട്ടനെ കൊണ്ട് തന്നെ അവരളവുകാരെ കൊണ്ടുവരുത്തി. എൻ്റെ ആങ്ങളമാർ 3 പേരുണ്ട്, അവരിടപെട്ടില്ല, അവർ കൂടെ ചേർന്ന്. പക്ഷേ ചേട്ടനെ കൊണ്ട് തന്നെ പാസ് തന്നെ, ഇപ്പോൾ അളവുകാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ പാസ് തന്നെ അളവുകാരെ കൊണ്ടുവന്നത് നമുക്ക് കച്ചങ്ങണയും തീർത്ത് എല്ലാവർക്കും ഉള്ളത് എഴുതി അളന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ തന്നെ അളവുകാരെ കൊണ്ടുചെന്ന് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് ഒരാൾക്ക് 7.5 സെൻറ്റും ആങ്ങളയ്ക്ക് 20 സെൻറ്റ്, കുടുംബത്തെ താമസിക്കാൻ ആങ്ങളയ്ക്ക് 20 സെൻറ്റുമായിട്ട് സ്ഥലം ഞങ്ങൾ ഓഹരി ചെയ്ത്. എന്നിട്ടൊരു വഴിയില്ലാത്ത സ്ഥലമായിരുന്നു, ഒരു വഴിയില്ല, റോഡുമില്ല, ഒന്നുമില്ല, ഇടക്കൂടിയുള്ള സ്ഥലമാണ്. എന്നാലും ഇച്ചിരി സ്ഥലമല്ലേ എന്നോർത്താണ് ഞങ്ങൾ അതിന് മുൻകൈ എടുത്തത്. അത്ഭുതം എന്ന് പറയട്ടെ, അടുത്ത ഉടമ്പടിയിൽ ഞാൻ നിയോഗം കാഴ്ചവെച്ചു. വഴി ഒരിക്കലും ജീവിതത്തിൽ ആ പ്രദേശവാസികൾ പറയുന്നത് ഞങ്ങൾ വിചാരിച്ചത് പോയിക്കോട്ടെ, ആ പ്രദേശവാസികൾക്ക് അനേകർ കൂടി ഈ ചേട്ടനെ കൊണ്ട് ദൈവം കൃപാസനാമ്മ ഇടപെട്ടത് കൊണ്ട് ഒരു അനുഗ്രഹമായി മാറി. കാരണം ആദ്യം റോഡ് വന്ന് വഴി പോരാ, റോഡ് വേണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുപാട് ആവശ്യക്കാർ കൂടി വന്ന് അങ്ങനെ വഴി പോലും ജീവിതത്തിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ പാർട്ടി കൃപാസനാമ്മ ഇടപെട്ട് ഇപ്പോൾ റോഡായി. വാസി ഇതെങ്ങനെ സാധിച്ചു എന്ന്, അതെൻ്റെ കഴിവല്ല, എൻ്റെ കൃപാസനാമ്മ സാധിച്ചു തന്നതാണ്. തരത്തില്ല എന്ന് ഒരിക്കലും അതിനായിട്ട് കോടീശ്വരനാണ് ഞങ്ങൾക്ക് വഴി തരേണ്ട. പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അറിയപ്പെടാത്ത ഒരു മനുഷ്യരാരും ഇവിടെ ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല.
അത്രയ്ക്കൊരു കോടീശ്വരനാണ് ആ മനുഷ്യൻ. പക്ഷേ പാവത്തുങ്ങൾക്കൊരു വഴി കൊടുക്കില്ല. പക്ഷേ കൃപാസനാമ്മ ഇടപെട്ടപ്പോൾ ആ വഴി ഞങ്ങൾക്ക് കിട്ടി. ഇപ്പം റോഡ് വരെ ആയി. അതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. എങ്കിലും ഞാനും എൻ്റെ ചേട്ടനും കോടാനുകോടി നന്ദി പറയുകയാണ്. ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും ഒരു കോടാനുകോടി നന്ദി. എൻ്റെ പേര് സെബിൻ. ഞാൻ വാഴവര സെൻറ്റ് മേരീസ് ഇടവാംഗമാണ്. ഇതെൻ്റെ ഭാര്യ നയന. ഞാൻ ഉടമ്പടി എടുത്തത് 2018 ജൂൺ മാസത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വൈഫ് കുവൈറ്റിലായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ എനിക്ക് വിസയിലും ജോലി ലഭിക്കാനൊക്കെ വളരെ തടസ്സങ്ങൾ നേരിട്ടു. ആ സമയത്ത് എനിക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണ്. അതായത് ഒരു മാലാഖയെ പോലെ ഒരാൾ വന്ന് ഞാൻ ഇങ്ങനെ ദർശനം കാണുകയാണ്. എൻ്റെ മുന്നിലിങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് അവിടെ ഒരു തോട് പോലെ എൻ്റെ പറമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ തോട് പോലെ ഒരു സ്ഥലമുണ്ട്. അതിങ്ങനെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ മാലാഖ പതുക്കെ അതിൽ കൈയിട്ടിട്ട് ആ ഒരു മണ്ണിങ്ങനെ നീക്കുമ്പോഴത്തേനും വെള്ളം ഒഴുകുകയാണ് അതിലൂടെ. എന്നിട്ട് എന്നോട് പറയുകയാണ്, പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, നീ 500 ജപമാല ചൊല്ലണം. ഇതാണ് ആ ദർശനം. ഞാൻ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് കാണുന്നത്. ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു ദർശനമാണിത്. അതുപോലെ തന്നെ ഞാനിത് വിശ്വസിച്ചു. ഞാൻ 500 ജപമാല ഒരു ദിവസം 8ഉം 10ഉം ജപമാല വെച്ച് 500 ജപമാല തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ എറണാകുളത്താണ് അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എറണാകുളത്ത് ഒരു പള്ളിയിൽ വെച്ച് എനിക്ക് ഇവിടുത്തെ അന്ന് 2018 കൃപാസനം. അന്ന് പലർക്കും അത്രയും അറിയത്തില്ല. അപ്പോൾ എനിക്ക് പള്ളിയുടെ മുന്നിലിരുന്ന് പത്രം കിട്ടുകയാണ് കൃപാസനം. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉടമ്പടി ഉടനടി പരിഹാരം. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഞാനതെടുത്തു. ഞാൻ അതിലെ കാര്യങ്ങൾ വായിച്ചു, സ്ഥലം മനസ്സിലാക്കി. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നു ആദ്യം ഉടമ്പടിയില്ല, ഞാൻ അന്ന് തപസ് ധ്യാനമാണ്. ആദ്യം തപസ് ധ്യാനമൊക്കെ കൂടി അച്ഛൻ്റെ ബ്ലെസ്സിങ്ങൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ തടസ്സങ്ങളെല്ലാം മാറുകയാണ്. എല്ലാം മാറി എൻ്റെ പഴയ ഒരു ജീവിത രീതിയിൽ നിന്ന് ഒരു യൂട്ടേണാണ് പിന്നെ നടക്കുന്നത്. വിശുദ്ധിയുള്ള ജീവിതം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ബൈബിൾ വായന, ഇതെല്ലാം കുമ്പസാരം, ഇതെല്ലാം ഞാൻ അറിയാതെ തന്നെ സംഭവിക്കുകയാണ്. വലിയൊരു മാറ്റം. അത് കഴിഞ്ഞ് എനിക്ക് ജോലിയായി, ഞാൻ കുവൈറ്റിലായി. ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, അതുപോലെ ഉടമ്പടി ഉപ്പ്, തൈലം, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോന്നു. അങ്ങനെ 2022 ഞാനിവിടെ വന്നപ്പോൾ ഉടമ്പടി പുതുക്കി വീണ്ടും ഞാൻ പോയി. അന്ന് 10 വർഷമായിട്ട് എനിക്ക് ടോൺസിലൈറ്റീസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്വെല്ലിങ് വന്ന് ഭയങ്കര ഇൻഫെക്ഷനായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമായിരുന്നത്. അപ്പോൾ അത് 10 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്നു. തണുത്തൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ അവിടെ ഒരു ഡോക്ടറെ കണ്ട് സർജറിക്ക് ഡേറ്റ് എടുത്തു. സർജറി ചെയ്യാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയിൽ, ചൊവ്വാഴ്ചയിൽ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ കൂടി പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛനിങ്ങനെ വിളിച്ചു പറയുന്നു, രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പറയുകയാണ്, ടോൺസിലൈറ്റീസ് ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തണുപ്പും ഒരു പ്രത്യേക ഒരു അഭിഷേകം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എനിക്കായിരിക്കും ആ രോഗസൗഖ്യമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. 3 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടു. ഡോക്ടർ പറഞ്ഞു സർജറി ഒന്നും വേണ്ട, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2023 അവസാനം ഞങ്ങൾ കുവൈറ്റിൽ വൈഫിന് OIT പാസ്സായി. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് പോന്നു. ന്യൂസിലാൻഡ് പോകാൻ വേണ്ടിയുള്ള പേപ്പർ വർക്കൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് എനിക്കവിടെ രജിസ്ട്രേഷന് വേണ്ടി PTE എന്ന് പറഞ്ഞ ഒരു എക്സാം പാസ്സാണ്. അപ്പോൾ ജനുവരിയിൽ ഇതുപോലെ തന്നെ ഞാൻ PTEക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു ദർശനം ഉണ്ടാവുകയാണ്. അത് മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ആ രൂപം എന്നോട് സംസാരിക്കുകയാണ്, ഈശോ എല്ലാം ക്രമീകരിക്കും. അത് മാത്രമേ പറയുന്നുള്ളൂ, ഈശോ എല്ലാം ക്രമീകരിക്കും. ഞാൻ പിന്നെ ഒരു മാസം കോഴ്സിന് പോയി. ഞാൻ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. അപ്പോൾ വളരെ കുറഞ്ഞ മാർക്കിൽ എനിക്ക് പാസ്സാൻ പറ്റിയില്ല. 1-2 മാർക്ക് വ്യത്യാസത്തിൽ ഇങ്ങനെ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നീട് എഴുതി, അടുപ്പിച്ചടുപ്പിച്ച് 3-4 പ്രാവശ്യമൊക്കെ എഴുതി, കിട്ടുന്നില്ല. ഇതുപോലെ തന്നെ 65 എല്ലാത്തിനും വേണം മൊഡ്യൂൾ. എനിക്ക് 64, 63 ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് മുകളിലോട്ട് കയറുന്നില്ല.
ഞാൻ പിന്നെ വളരെ അപ്പം പിന്നെ ഇത് ഞാൻ ഈ ഒരു അമ്മ പറഞ്ഞൊരു വാക്ക്, അതായത് ഈശോ എല്ലാം ക്രമീകരിക്കും, ഇത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഈശോ എല്ലാം ശരിയാക്കും, അമ്മയും ഈശോയും എന്നെ സഹായിക്കും. അതുപോലെ തന്നെ വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്തു, അവളും നല്ല പ്രാർത്ഥനയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എക്സാം എഴുതി, പിന്നെ ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ 9 തവണ എക്സാം എഴുതി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നു, പ്രേക്ഷിത പ്രവർത്തനം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാം പാസ്സാകുന്നില്ല. ആ സമയത്തെല്ലാം എൻ്റെ പ്രാർത്ഥന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസാനം ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ച് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം പൂശി എനിക്ക് കാശുരൂപം തന്നു. എല്ലാ പരീക്ഷയിലും ഞാൻ കാശുരൂപം കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആ ലാസ്റ്റ് സമയത്ത് അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരം ഞാൻ ഒന്നും കൂടെ അച്ഛനോട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, ഒന്ന് വരാമോ എന്നുള്ള രീതിയിൽ കാണിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ മടുത്ത് അവിടെ ഇരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ മടുത്ത് കസേര ഇരിക്കുമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒരു അഭിഷേകമായിരുന്നു. അതായത് ഈശോ ഇങ്ങനെ ഒരു വചനം എൻ്റെ ഉള്ളിലോട്ട് വരുവാണ്. ഈശോയ്ക്ക് അവരോട് അലിവ് തോന്നി, ആ ഒരു വചനം ഇങ്ങനെ വരുവാണ്. അതുപോലെ തന്നെയായിരുന്നു ജോസഫ് അച്ഛൻ എൻ്റെ അടുത്തോട്ട് നടന്നിട്ട് എൻ്റെ കവളി തട്ടിയിട്ട് പറഞ്ഞു, അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ മെയ് 5 വന്ന് പുതുക്കിയത്. 2025 മെയ് 9 എക്സാം എഴുതി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്. എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ എക്സാം എഴുതി. എനിക്ക് നല്ല സ്കോർ തന്ന് ദൈവം അനുഗ്രഹിച്ചു. എനിക്ക് ഇപ്പോൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എല്ലാം രജിസ്ട്രേഷനായി, ലൈസൻസായി. അപ്പോൾ ഞങ്ങൾ ഈ 9 പോകാനിരിക്കുകയാണ്. ഈ 9-ാം തീയതി ഞങ്ങൾ ന്യൂസിലാൻഡിലോട്ട് പോകാനിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ വൈഫിന് കൊടുക്കാം. ഞങ്ങൾ 2023 ഡിസംബറിൽ കുവൈറ്റിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അവിടുന്ന് റിസൈൻ ചെയ്ത് ന്യൂസിലാൻഡിന് പോകാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നു. എല്ലാം പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ പോകാമെന്നുള്ള രീതിയിൽ എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഏജൻസിയിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് വിസയ്ക്ക് ഇടാൻ പറ്റത്തില്ല, OETയുടെ റിസൾട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ടാണ് കാണിക്കണേ, പാസ്പോർട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ OETയുടെ റിസൾട്ട് വെച്ച് പോകാൻ പറ്റില്ല, നിങ്ങൾ ഒന്നുകൂടെ OET എഴുതുക, അല്ലെങ്കിൽ IELTS എഴുതുക, അങ്ങനെ പറയാം. ഭയങ്കര എളുപ്പമാണ് പറയാനായിട്ട്, പക്ഷെ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് ഏതായാലും അത് പറ്റില്ല എന്നായി. അപ്പം ഞാനൊരു വൈകുന്നേരം ഇത് അറിയണത്. ഞാൻ പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തു, പിറ്റേന്ന് രാവിലെ കൃപാസനത്തിൽ പോവാം, അതായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ ഞാനിവിടെ രാവിലെ വന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചു. അതിന് ശേഷം ഞാൻ അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുത്തു, ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനായിട്ട് ഇവിടെ വന്നു, അച്ഛൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഏജൻസീനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വിസയ്ക്ക് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, വിസയ്ക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം നമുക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാവുണ്ട്, നിങ്ങൾ എക്സാം എഴുതുക തന്നെയാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, റിജക്ഷൻ വന്നോട്ടെ, കുഴപ്പമില്ല, അത് ഞാൻ ഫേസ് ചെയ്തോളാം, പക്ഷേ എനിക്ക് എന്താണെങ്കിലും വിസയ്ക്ക് ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ നിർബന്ധപ്രകാരം വിസയ്ക്ക് ഇട്ടു. പക്ഷേ എൻ്റെ വിശ്വാസം, എനിക്കറിയാമായിരുന്നു മാതാവ് എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ വിസയ്ക്ക് ഇട്ടപ്പോൾ അവർ പറഞ്ഞു 21 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഇതിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ സമയത്തും ഞാനിങ്ങനെ നന്മ അറിഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ അടുത്ത് മമ്മി ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പുറകോർത്തോണ്ട് നടക്കുന്നത്? അപ്പം നമ്മുടെ വിഷമം പേരൻസിന് അവർക്കും കൂടെ വിഷമമായതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്നും അവരോട് പറയാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഞാനെല്ലാം റിസൈൻ ചെയ്ത്, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഞങ്ങൾ നാട്ടിൽ വന്ന് നിൽക്കുക, ഇപ്പം ന്യൂസിലാൻഡിന് പോകുന്നതാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഞാനിങ്ങനെ മൊബൈലിലൊക്കെ മെസ്സേജൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്നങ്ങ് തുറന്നു നോക്കണ ഒരു ആളല്ല. പക്ഷേ ഞാൻ ഇങ്ങനെ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഡിഷ് വാഷ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മെസ്സേജിൻ്റെ ടോൺ കേൾക്കുക. പെട്ടെന്ന് ഞാൻ എനിക്കത് തുറന്നു നോക്കാനായിട്ടൊരു പ്രേയർ ഉണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പം അതെൻ്റെ വിസ വന്നതിൻ്റെ ഇമെയിലായിരുന്നു. 21 ദിവസമാണ് ഏജൻസി പറഞ്ഞിരുന്നത്, പക്ഷേ 3 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു. യാതൊരു തടസ്സമോ യാതൊരു ക്വയറീസോ ഒന്നും അതിനകത്തുണ്ടായില്ല. പക്ഷേ ഞാൻ OETയുടെ അവിടുന്ന് ഒരു മെയിൽ വാങ്ങിച്ചായിരുന്നു, ഇത് ഒരാൾ തന്നെയാണ്, അത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു ചേഞ്ച് ഉണ്ട്, പക്ഷേ ഇത് അവർ ഡിക്ലെയർ ചെയ്ത് തന്നിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഒത്തിരി ഇടപെടൽ അതിനകത്തുണ്ടായെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
അതോടൊപ്പം അങ്ങനെ ഞാൻ കഴിഞ്ഞ ജൂൺ 30-ാം തീയതി 2024 ജൂൺ 30-ന് ഞാൻ ന്യൂസിലാൻഡിലോട്ട് പോയി. ജൂലൈ 31-ന് എൻ്റെ ക്യാപ്പ് കഴിഞ്ഞു. ഓഗസ്റ്റ് 20 ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് എൻ്റെ ലൈസൻസ് കിട്ടി. ആ സമയത്ത് ഒരാൾക്ക് പോലും അവിടെ ജോലി കിട്ടുന്നില്ല. എല്ലാവരും തിരിച്ചു പോരുക. 6 മാസം നിന്നിട്ട് തിരിച്ചു പോരുന്നു, 3 മാസം നിന്നിട്ട് തിരിച്ചു പോരുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് തിരിച്ചു പോയാൽ ജോലി ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ അനിയനുണ്ട് അവിടെ അവരുടെ കൂടെ നിൽക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ബാച്ചിൽ എല്ലാവരും തിരിച്ച് നാട്ടിൽ പോയി. ആ സമയത്ത് ഈശോയും മാതാവും എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. ഞാൻ ജൂൺ ലാസ്റ്റാണ് പോയത്. ഒക്ടോബർ 17-ാം തീയതി ഞാൻ നല്ലൊരു ഫെസിലിറ്റിയിൽ ഇപ്പോൾ രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ 9-ാം തീയതി ഞാൻ കുട്ടികളെയും ഹസ്ബൻഡിനെയും കൊണ്ടുപോകാൻ വേണ്ടി വന്ന് ഞങ്ങൾ തിരിച്ചു പോവുക. അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടുന്ന് പത്രം വാങ്ങിയും ഓരോ വീടുകളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ കുവൈറ്റിലായിരുന്നപ്പോൾ അവിടെ ചിലർ പത്രം വാങ്ങിച്ചിട്ട് വീടുകളിൽ ഫ്ലാറ്റുകളിൽ തന്നെ വെക്കുന്നുണ്ടായിരുന്നു കൊടുക്കാതെ. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ച് ഓരോ ഫ്ലാറ്റിലും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈശോയെ ഏകരക്ഷകനായിട്ട് പറയാനായിട്ട് എനിക്കൊരു മടിയില്ലായിരുന്നു. അവിടെ ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ കുവൈറ്റീസ് വന്ന് നമ്മളോട് ഇങ്ങനെ അവരുടെ ദൈവത്തെക്കുറിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിൽക്കുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു ജീസസ് ഈസ് ദ ഓൺലി സേവിയർ എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം എനിക്കത് പറയാനുള്ള ധൈര്യം ഉണ്ടായപ്പോൾ. അപ്പോൾ അതല്ല, ഈ ഉടമ്പടി എടുത്ത ശേഷമാണ് എനിക്ക് ഇതെല്ലാം സാധിച്ചത്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം. പിന്നെ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഞാൻ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പം ഈ അവരോട് ചിലപ്പോൾ എന്നോട് കാണാം, നമുക്ക് ഉടമ്പടി എടുത്തവരുണ്ടാവും, ഇപ്പോൾ മാതാവിനെ അറിയത്തില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറയും. അപ്പം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ഞാൻ അവർക്ക് കൊണ്ടേ കൊടുക്കുകയും അത് ഉപയോഗിക്കുകയും അങ്ങനെ അസാധ്യമെന്ന് കരുതുന്ന എന്ന് വെച്ചാൽ ഒരിക്കലും ശരിയാകാത്ത ചില കേസുകൾ വരെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച വഴി നല്ല റിക്കവറി പേഷ്യൻസിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യും. എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ അതിലൂടെ മാതാവിനെയും ഈശോയും ഒക്കെ ബൈബിൾ വചനങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് ആദ്യ നാളുകളിൽ ഉടമ്പടിയെക്കുറിച്ച് 2018 ഉടമ്പടി എടുത്തതാണ് ഞാൻ. അപ്പോൾ അന്ന് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാതെ ഒരുപാട് പേര്, അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് കൊണ്ട് എന്നെ അറിയാവുന്നവർ ഒത്തിരി പേര് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് എന്നോട് വിളിച്ചു ചോദിക്കുമായിരുന്നു. അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പോൾ സാധിച്ചു. ഈശോയ്ക്കും തിരുക്കുമാരനും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായി എന്നെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ലിസി. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൻ ടോമ്, അവൻ്റെ മകൻ ക്രിസ്റ്റി. എൻ്റെ മകൻ ഒരു 5-6 വർഷമായി വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവനിതുവരെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങൾക്കൊരു കൂട്ടുസ്വത്തുണ്ടായിരുന്നു, അത് വിൽക്കാനും ഇതേപോലെ 6 വർഷം ഞങ്ങൾ അതിന് പരിശ്രമിച്ചിട്ട് അത് ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവസാന നിമിഷത്തിൽ ഇപ്പോൾ ആ സ്ഥലം എടുക്കാനായിട്ട് ഒരാൾ വരികയും അത് വരാനുള്ള കാരണം ഞാനിവിടെ 2024 മാർച്ച് മാസത്തിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ തൈലവും ഉപ്പും എടുത്ത് ഞാൻ ആ വീടിന് ചുറ്റും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വീട് സ്ഥലം എടുക്കാൻ ഒരു പാർട്ടി വരികയും അവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അവർ എഗ്രിമെൻ്റ് വെച്ചു, അതിനുള്ള ക്യാഷ് ഞങ്ങൾക്ക് തന്നു. ആ എഗ്രിമെൻ്റ് ക്യാഷ് കൊണ്ടാണ് മോൻ വിദേശത്തേക്ക്, അപ്പോൾ അവർ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ പേപ്പേഴ്സും റെഡിയാക്കാനായിട്ട് ഒരുങ്ങിയിരുന്നു. അവർ എഗ്രിമെൻ്റ് വെച്ചു, ക്യാഷ് തന്നു. ആ ക്യാഷ് കൊണ്ട് അവൻ എല്ലാ ക്യാഷും കൊടുത്തു. ഇപ്പോൾ ഇന്നലെ അവന് ടിക്കറ്റ് വന്നു. വ്യാഴാഴ്ച അവൻ കുവൈത്തിലേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമതായി ഇതെൻ്റെ കൊച്ചുമകനാണ്. അവൻ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത്
വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തേന് നാക്കയിൽ തൊട്ട് വെച്ചിട്ടാണ് അവൻ എല്ലാ ദിവസവും സ്കൂളിൽ അങ്ങനെയാണ് പോകുന്നത്. ഒരു ദിവസം അവൻ വണ്ടി നേരത്തെ വന്നു, അവന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവൻ ഇയാളുടെ അനിയൻ എൻ്റെ മകനും ഇവനും കൂടെ ബൈക്കിലാണ് സ്കൂളിൽ പോയത്. അപ്പോൾ എക്സാം ഉള്ള സമയത്ത് അവൻ പറയും, മമ്മി എനിക്ക് മാതാവിനെ കൂടെ തരണം എന്ന് പറഞ്ഞിട്ട് ഈ കാശ് രൂപം പിന്നിൽ കൊളുത്തി അവൻ്റെ പോക്കറ്റിൽ ഞാൻ എക്സാം ഉള്ള സമയത്തൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു. സൂക്ഷിച്ച് തിരിച്ച് അതേപോലെ കൊണ്ടുവരും. അന്ന് ഇതേപോലെ എക്സാം ഉള്ള സമയത്ത് മാതാവിൻ്റെ രൂപം കൊടുത്തു, പോക്കറ്റിൽ കൊത്തി കൊടുത്തു. അവർ പോകുന്ന വഴിക്ക് റോട്ടിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ബൈക്ക് ആക്സിഡൻറ്റ് ഭയങ്കരമായിട്ടായിരുന്നു, കാരണം വണ്ടി തവിട് പൊടിയായി തീർന്നു. പക്ഷേ മാതാവ് എൻ്റെ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ, ഒരു പൊട്ട് പോലെ ഏൽപ്പിക്കാതെ മാതാവ് എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ മൂന്നാമതായി മകന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാനായിട്ട് ജോലി, ഇവിടെ നാട്ടിൽ ജോലി എടുത്താൽ തീരുന്നതിനേക്കാൾ കൂടുതൽ 10-26 ലക്ഷം രൂപയോളം കടം ഉണ്ടായിരുന്നു. അവന് ബാംഗ്ലൂർ ഒരു ജോലി ശരിയായി, അവൻ ബാംഗ്ലൂരേക്ക് പോയി. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു അവന് ജോലി പറഞ്ഞത്. 40,000 രൂപ സാലറി പറഞ്ഞു. അവൻ ജോലിക്ക് കയറി ഒരു മാസം കഴിഞ്ഞ് സാലറി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത മാസം കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 6-7 മാസക്കാലം അവിടെ വർക്ക് ചെയ്തു. പക്ഷേ ഒരു രൂപ പോലും അവന് കിട്ടിയില്ല. വീട്ടിലേക്ക് വരാൻ നിവൃത്തിയില്ല. അവൻ പറഞ്ഞു, മമ്മി ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ, അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കടക്കാർ വീട്ടിലേക്ക് എത്തും എന്നുള്ളത് ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിനി വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല, ഇവിടെ എവിടെയും കിടന്ന് ഞാൻ മരിക്കുകയാണ്, എനിക്കിപ്പോൾ അതേ ചെയ്യാൻ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും, വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പറയും, മോൻ വാ ഇങ്ങോട്ട് തിരിച്ചു വാന്നേരം, ഇല്ല മമ്മി ഞാൻ വീട്ടിലേക്ക് എന്തായാലും തിരിച്ചു വരുന്നില്ല എന്ന് പറയും. അത് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റത്തെ മാസം മാർച്ചിലാണ്, ഞാൻ 2024 മാർച്ചിലാണ് ഉടമ്പടി എടുത്തത്. ഏപ്രിലിൽ ഞാൻ വന്നു, മാതാവിൻ്റെ അടുത്ത് പോയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് കിട്ടിയാൽ മതി, കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കടങ്ങൾ വീട്ടാൻ പറ്റും, അവൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ളൊരു അനുഗ്രഹം മാതാവ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ പോയി രാത്രി വെളുപ്പിന് 3 മണിക്കാണ് അവൻ ജോലി കഴിഞ്ഞിട്ട് എന്നെ എല്ലാ ദിവസവും വിളിക്കാറ്. ഓവർ ടൈം വർക്കൊക്കെ കഴിഞ്ഞ് 3 മണിക്കാണ് അവൻ എന്നും വിളിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി ഒരു 2-2:45 അവൻ എന്നെ വിളിച്ചു, മമ്മിയെന്ന് വിളിച്ചപ്പോൾ ഞാൻ കോള് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ അവൻ ബാംഗ്ലൂരിൽ നിന്നാണെന്ന് വിളിക്കുന്നതെന്ന് കരുതിയ കോളെടുത്ത്. അപ്പോൾ മമ്മി ഒന്ന് ഡോറ് തുറക്കും, ഞാനത് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി മാതാവിനോട് ഒത്തിരി എന്താ പറയുക, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല, അത്രയും സന്തോഷമായി. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ മാതാവ് മോനെ കൊണ്ടു തന്നു. അതുവരെ മരിക്കണം എന്ന് പറഞ്ഞിരുന്നവനാണ്, അവിടെ നിന്ന് മരിക്കുള്ളൂ, ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ച മകനാണ്. അവൻ പറഞ്ഞു, മമ്മി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ആയിരിക്കാം, ഒരു ഉച്ചയായപ്പോൾ തുടങ്ങി അവന് വീട്ടിൽ പോകണം, മമ്മിനെ കാണണം, വീട്ടുകാരെ കാണണം എന്നുള്ളൊരു മനസ്സിലിങ്ങനെ ഒരു വേദന പോലെ. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുവാനായിട്ട് വണ്ടിക്കൂലി പോലും അവൻ്റെ കയ്യിലില്ല, കാരണം ഒന്നും കിട്ടിയിട്ടില്ല. അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് 500 രൂപ വാങ്ങി അവൻ അവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന്. അതാണ് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ മാസവും കോഴിക്കോട് നിന്ന് വന്ന് ഇവിടെ വന്ന് 3 കെട്ട് പേപ്പർ എടുത്തിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് നമ്മുടെ പള്ളിയിലൊന്നും വെക്കാറില്ല, ഞാൻ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴാണ് കൊടുക്കുന്നത്. കാരണം നമ്മളെ കാണുന്നവർക്കൊക്കെ അക്രൈസ്തവരായിട്ടുള്ളവർക്കാണ് ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ പേപ്പർ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നോർമൽ അല്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും, അവരുടെ തുണികൾ വാഷ് ചെയ്യാനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കോഴിക്കോടൊക്കെ തന്നെയാണെങ്കിലും ഒരു 15 രൂപ പോയിൻ്റ് ഉണ്ട്, അവിടെ ഒരു സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അപ്പുറത്തെ സ്റ്റാൻഡ് വരെ നടന്നിട്ട് വഴിയിലിരിക്കുന്നവർ എല്ലാവർക്കും തന്നെ പൊതിച്ചോറ് അങ്ങനെ കൊണ്ടു കൊടുക്കാറുണ്ട്. ഇതെല്ലാമാണ് എൻ്റെ കാരുണ്യപ്രവൃത്തി. ഈ പുണ്യഭൂമിയിൽ എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ 2021 മുതൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോവുകയായിരുന്നു. 2023 എൻ്റെ വിഷമം കണ്ട് ഒരു ചേച്ചി ഒരു പത്രം തന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. 2023 അന്നൊക്കെ റേഡിയേഷൻ ചെയ്ത ഭാഗത്ത് ചൊറിച്ചിലും പുണ്ണും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ധ്യാനം എന്നും ഞാൻ ഉടമ്പടി എടുത്തതിന് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ചേച്ചി പറഞ്ഞതിൻ്റെ പ്രകാരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ അതിനുശേഷം ഉടമ്പടിയിൽ ഞാൻ വെച്ചു.
അങ്ങനെ ജോസഫച്ചൻ്റെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് ഞാൻ ആരാധന കേൾക്കുമായിരുന്നു. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫച്ചൻ പറയുന്നു, കരഞ്ഞുകൊണ്ടായിരുന്നു ഞാനത് കൂടുന്നത്. അപ്പം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അപ്പോൾ ജോസഫച്ചൻ പറയുന്നു, ഒരാളുടെ 2 ഭാഗങ്ങൾ തമ്മിൽ മുട്ടുന്ന ഭാഗം, ഒന്ന് കഷമാകാം അല്ലെങ്കിൽ താടിയാകാം, ആ ഭാഗത്ത് ചൊറിച്ചിലും കൊണ്ട് അവർ ഉറക്കമില്ല, പിന്നെ പുണ്ണുകൾ ആ ഭാഗം കറുത്തിരുണ്ട്, കോശങ്ങൾ ചത്ത ഭാഗമാണ്, കറുത്തിരുണ്ട ഭാഗമാണ് എന്നെല്ലാം അച്ഛൻ പറഞ്ഞു. അതെല്ലാം ഞാൻ ഓർത്തപ്പോൾ എൻ്റെ കഷം ഈ മുട്ടുന്ന ഭാഗമാണ്. കഷത്ത് പുണ്ണുണ്ട്, ചൊറിച്ചിലുണ്ട്, ഉറക്കമില്ല, റേഡിയേഷൻ ചെയ്ത് അവിടെ എല്ലാം കരിഞ്ഞിരിക്കുകയാണ്, കറുത്ത ഭാഗമാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമില്ല, എൻ്റേത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകിട്ടായപ്പോൾ എനിക്ക് ആ വന്ന പുണ്ണ് ഒരു നെല്ലിക്ക വലിയ കുരുവിൻ്റെ അത്രയുള്ളൊരു പുണ്ണായിരുന്നു, വലുത്. അത് വയ്യായപ്പോഴത്തേക്കിന് കരിഞ്ഞ് ഒരുപാടങ്ങ് മാറി, കരിഞ്ഞൊന്നുമില്ല, ആ പൊട്ടിയിളകിയിരുന്ന എല്ലാം മാറി കരിഞ്ഞു. എന്നിട്ട് ആ കുരുക്കളെല്ലാം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചതാണ്, എന്നിട്ടൊന്നും മാറിയില്ല, അതെല്ലാം മാറി. അങ്ങനെ എനിക്ക് ആ സൗഖ്യം തന്നു. ജോസഫച്ചൻ അന്നേരെ പറഞ്ഞു, ഈ വ്യക്തി വന്ന് അന്നേരെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വന്നായിരുന്നു. അപ്പം കുറേ കൂടെ ആവട്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയുകയാണ്. അങ്ങനെ അതിനെനിക്ക് നന്ദി പറയുന്നു മാതാവിനോട്, ഈശോനോട്. പിന്നെ എനിക്ക് ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകളായി ബ്ലഡ് ഇങ്ങനെ കഫം വരുമ്പോൾ ബ്ലഡിൻ്റെ അംശങ്ങൾ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു വട്ടം പോയപ്പോൾ ഡോക്ടർ അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞ് തൊണ്ട മുറിഞ്ഞതായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മരുന്ന് തന്ന് മാറി. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പം വീണ്ടും ബ്ലഡ് ഇങ്ങനെ വന്നു, കട്ടിയായിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ ഭയമില്ല, എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഭയമില്ല. അതിനു മുമ്പ് ഞാൻ കരയുമായിരുന്നു മാറിയിരുന്ന്. ഇപ്പോൾ എനിക്കൊരു ഭയവും ഇല്ല. അങ്ങനെ ഞാൻ ധൈര്യത്തെ ഇരുന്ന് മാതാവ് എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്, മാതാവിൻ്റെ നേർച്ച വസ്തു ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം തൊണ്ടയിലും തേച്ച് കുരിശ് വരച്ച്, നെറ്റിക്കും തൂത്ത് കുരിശ് വരച്ച്, പിന്നെ ഉപ്പിട്ട് വെള്ളം കുടിച്ചു. അമ്മ എൻ്റെ ഈ ബ്ലഡ് വരുന്നത് അത് മാറ്റിത്തരണമേന്ന് പറഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിൽ ഇനിയും പോകാൻ വയ്യ എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ 2.5 വർഷം കൊണ്ടായി. ഇതുവരെ കഫത്തിനകത്തൊരു ബ്ലഡിൻ്റെ മയം പോലും ഇല്ല, നോർമലായിട്ടുള്ള തുപ്പലാണ് വരുന്നത്. പിന്നെ എനിക്ക് കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പം എൻ്റെ ഈ രൂപം പോലും ഇതല്ലായിരുന്നു. വയറൊക്കെ ഒരുപാട് ബോള് പോലുള്ള വയറായിരുന്നു. എൻ്റെ അമ്മയുടെ നേർച്ച വസ്തു ഒക്കെ തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ വയറൊക്കെ ഇപ്പോൾ ഒരുപാട് ചൊട്ടി. സ്കാൻ വരെ ചെയ്ത് വയറ്റിനകത്ത് എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടി. എന്നിട്ടൊന്നും സ്കാനിങ് കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മയുടെ നേർച്ച വസ്തു തൂത്താണ് ആ വയറിൻ്റെ വീർപ്പ് മാറ്റിയത്. പിന്നെ എനിക്ക് വിട്ടുമാറാത്ത പനി ഉണ്ടായിരുന്നു. എനിക്കൊരു മാസ്ക് വെക്കാതെ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയുടെ വിശുദ്ധമായ ആ ഉടമ്പടി തൈലം തൂത്തും ഉപ്പിട്ട് കുളിക്കും, ഉപ്പിട്ട് വെള്ളം കുടിക്കും. അങ്ങനെ എനിക്കിന്ന് 2.5 വർഷമായിട്ട് ഒരു പനിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. മറ്റേ എന്നും ഞാൻ പനി വന്ന് മാണ്ട് കിടക്കും, ഓട്ടോ പിടിക്കും, ഇവരെല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോകുമായിരുന്നു ഹോസ്പിറ്റലിൽ. ഇപ്പോൾ എനിക്ക് 2.5 വർഷമായി പനി എന്തുവാണെന്ന് എനിക്കറിയാൻ വയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പിന്നെ ഇതെൻ്റെ ചേച്ചിയുടെ മകനാണ്, ചേച്ചിയും മകനുമാണ്. അവന് എറണാകുളത്ത് ഒരു നല്ല ജോലി, ഹോട്ടൽ മാനേജ്മെൻറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് എന്താണെന്നറിയാൻ വയ്യ, പെട്ടെന്നൊരു ദിവസം അവന് ഊമയായി, മിണ്ടത്തില്ല ആരോടും. അവന് എന്തു അസുഖമെന്നറിയാൻ വയ്യ, ആരോടും മിണ്ടാതെ വീട്ടിൽ വന്ന് റൂമിലിരിപ്പായിരുന്നു. 6 വർഷമായി അവൻ റൂമിനകത്തിരിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീട്ടുകാരനുഭവിച്ചു. ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഓരോരുത്തർ പറയുന്ന രീതിയിൽ പൂജകളും വഴിപാടുകളും ഒരുപാട് ലക്ഷക്കണക്കിന് പൂജകൾ ചെയ്തു, മാറിയിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മുതൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി, അതൊന്നും മാറിയില്ല. പിന്നെ കുളിക്കാതൊക്കെ ഇരിക്കുമായിരുന്നു, അതൊക്കെ ഒരുവിധം മാറ്റം വന്നു. എന്നാലും പുറത്തോട്ട് ഇറങ്ങത്തില്ലായിരുന്നു, ഇരിക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ ഇവരെല്ലാം ഭയങ്കര കരച്ചിലും ബഹളവും അവൻ്റെ അവസ്ഥ കണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ മകൻ്റെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കാം. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്ന് എഴുതിയിട്ടു, പുതുക്കാൻ വന്നപ്പോൾ എഴുതിയിട്ട്
നേർച്ച വസ്തു ഉപ്പ് കൊടുത്തു, തേൻ കൊടുത്തു, കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം എല്ലാം എഴുതി കൊടുത്തു. അതെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ആ മകൻ ഞാൻ ഉടമ്പടി വെച്ച് കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം 1 മാസത്തിന് മുമ്പ് തന്നെ, ഉടമ്പടി വെച്ച് കഴിഞ്ഞ് 1 മാസത്തിന് മുമ്പ് തന്നെ ആ മകൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി, 1000 നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. അത്രമാത്രം കടങ്ങളും ബാധ്യതകളും വിഷമങ്ങളുമായിരുന്നു ആ കുടുംബത്തിന്. ആ മകൻ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ, പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ. എൻ്റെ ഈ രോഗാവസ്ഥയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വചനത്തിലൂടെ ഞാൻ എല്ലാ സമാധാനത്തിൽ, എനിക്കിപ്പോൾ സന്തോഷമാണ്. എനിക്കിപ്പോൾ രോഗത്തിൻ്റെ ഒരു വിഷമവും ഇല്ല. എനിക്കിപ്പോൾ സന്തോഷമാണ്. ഓരോ വചനവും ജോസഫച്ചൻ്റെ ആ ധ്യാനം എന്നെ ഒരുപാട് സന്തോഷമാക്കുക. ഓരോ ദിവസത്തെയും ധ്യാനം കേട്ട് ഞാൻ സന്തോഷവതിയായിരിക്കുകയാണ്. എനിക്കൊരു സങ്കടവും ഇല്ല. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത വേല, ഞാനിവിടെ വരുമ്പോഴെല്ലാം പത്രം വാങ്ങിക്കും. പിന്നെ ഒരു ഉടമ്പടി എടുത്തവരൊക്കെ മുടക്കി ഒരു പത്രം കൊടുക്കാതെ ഓരോ വീടുകളിലുണ്ട്. അവരുടെ എല്ലാം പത്രം മേടിച്ച് ഞാൻ എല്ലായിടവും കൊണ്ട് കൊടുക്കും. ആദ്യം എനിക്ക് 1 മാസം ഭയങ്കര മടിയല്ല, നാണക്കേട്, ഹിന്ദുക്കളല്ലയോ വല്ലതും പറയുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പുതുക്കിയതിന് ശേഷം എനിക്കൊരു മടിയില്ല. ഞാൻ എല്ലാ വീടുകളിലും, വേറ്റ് ഷെഡിലും, പിന്നെ കടകളിലും എല്ലാം കൊടുക്കും. ബസ് വിളിച്ച്, ആദ്യമൊക്കെ ഞാൻ വണ്ടി വിളിച്ച് പോവായിരുന്നു. ഇപ്പം ഞാൻ ചെക്കപ്പിനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടെ കീമോ ചെയ്ത വാർഡുണ്ട്. നമ്മൾ കിടന്നതുകൊണ്ട് നമുക്കറിയാം. ആ വാർഡിൽ കയറി നിരപരാധിയായ ഒത്തിരി ആൾക്കാർ കീമോ ചെയ്ത് വശം കെട്ട് കിടപ്പുണ്ട്. അവർക്കെല്ലാം ഞാൻ പത്രം കൊടുക്കും. ഉപ്പ് ഇവിടുന്ന് ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊണ്ടുപോകും. അവർക്കെല്ലാം ഉപ്പ് കൊടുക്കും, കാശ് രൂപം കൊടുക്കും, പത്രം കൊടുക്കും. എന്നാലാവും വിധം സഹായം, ആഹാരം മേടിച്ചോ എന്ന് പറഞ്ഞ് 100 രൂപയെങ്കിൽ 100 രൂപ എന്നെ കൊണ്ട് ഒക്കുന്നത് ഞാൻ സഹായിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ആഴ്ച പോകണം, അപ്പോഴും ഞാൻ ചെയ്യും. കാരുണ്യ പ്രവൃത്തി, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്, എനിക്ക് നട്ടലിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, കമ്പി ഇട്ട് വെച്ചേക്കുക, അത് പറയുന്നില്ല. അതുകൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചോറുപതി കൊണ്ടുപോകാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത 4 പേര് കൂടി ചേർന്ന് പൊതിച്ചോറുണ്ടാക്കി കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിലും TV ആശുപത്രി പുതിയാവിലും പിന്നെ അങ്ങനെ ഞങ്ങൾ ചോറുപൊതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീടുകളിൽ വരും നിവൃത്തിയില്ലാത്ത അമ്മമാർ, അവർക്കെല്ലാം ഞാൻ പണ്ടും കൊടുക്കുമായിരുന്നു, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഞാൻ ഇന്നിങ്ങനെ ഈ മനുഷ്യരൂപത്തിൽ നിൽക്കുന്നത് കൃപാസന അമ്മയുടെ ഉടമ്പടിയുടെ നേർച്ച വസ്തുവും കാരണമാണ്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഇനി അങ്ങോട്ടും എന്നെ വഴി നടത്തുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ ഇതൊക്കെ തന്ന ദൈവത്തിനും തിരുകുമാരനും കൃപാസനും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു.